ഹായ് ആൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു നമ്മുടെ പ്രീ പ്രഗ്നൻസി കെയർ എങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ ഒരു ബ്രീഫായി ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ തന്നിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, പ്രഗ്നൻസി നമുക്കറിയാം 3 പീരീഡ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ട്രിമസ്റ്റർ, സെക്കൻഡ് ട്രിമസ്റ്റർ ആൻഡ് തേർഡ് ട്രിമസ്റ്റർ. സോ ടുഡേ ഐ എം ഗോണ എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഫസ്റ്റ് ട്രിമസ്റ്റർ. എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ഫസ്റ്റ് ട്രിമസ്റ്റർ ഓഫ് പ്രഗ്നൻസി? ദ ഫസ്റ്റ് ഡേ ഓഫ് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്. ഇറ്റ്സ് കോൾഡ് LMP. ഫ്രം ദാറ്റ് ഡേ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് 3 months ഓഫ് പ്രഗ്നൻസി. ഈ ഒരു ടൈം പീരീഡിൽ നമ്മുടെ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതിനോടൊപ്പം ഈ ഒരു ലാസ്റ്റ് 3 months ഓഫ് പീരീഡിൽ തന്നെ ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഓർഗൻസ് വിൽ ഫോം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 3 months ഓഫ് പ്രഗ്നൻസിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യമേ തന്നെ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ചോദ്യമായിരിക്കും, പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. എവറി ഡേ എവറി സെക്കൻഡ് നമ്മുടെ മൈൻഡിൽ ഓരോരോ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. എസ്പെഷ്യലി ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ ഇത് നോർമലാണോ, ഇത് അബ്നോർമലാണോ, ഓരോ കാര്യത്തിനും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് എപ്പോഴും ഡൗട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ആം ഐ പ്രഗ്നന്റ്? അപ്പോൾ ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പ്രഗ്നന്റ് ആണോ എന്നെങ്ങനെ കൺഫേം ചെയ്യാം എന്നതിനെ പറ്റിയാണ്. നമുക്ക് പറഞ്ഞ് കേട്ടുകേൾവിയുള്ള കുറച്ച് സിംറ്റംസ് ഒക്കെ നമ്മൾ കാണിച്ചു തുടങ്ങുമ്പം നമുക്ക് ഡൗട്ട് അടിച്ച് തുടങ്ങും പ്രഗ്നന്റ് ആണോ എന്നുള്ള കാര്യം. ഇനി അത് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ടെസ്റ്റ് ആണ് യൂറിൻ സ്ട്രിപ്പ് ടെസ്റ്റ്. ബേസിക്കലി നമുക്ക് ഫാർമസിയിൽ നിന്ന് ഇത് എവിടെ വേണമെങ്കിലും വാങ്ങാൻ കിട്ടും. സ്ട്രിപ്പ് വാങ്ങുക, അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അതനുസരിച്ച് ടെസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രഗ്നൻസി ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ യൂട്രസിന്റെ വോളിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് തൊട്ട് HCG എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ഇതിന്റെ പ്രസൻസ് നമ്മുടെ യൂറിനിൽ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ സ്ട്രിപ്പ് ടെസ്റ്റ് വഴി പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത്. അത് 99% ആക്യുറേറ്റ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. ഹവർ നമുക്ക് പലതരം പ്രഗ്നൻസി ഉണ്ട്, ട്യൂബൽ പ്രഗ്നൻസി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടൈപ്സ് ഓഫ് പ്രഗ്നൻസി ഉണ്ട്. അപ്പം ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഹെൽത്തി പ്രഗ്നൻസിക്ക് വേണ്ടി നമ്മളെപ്പോഴും ഇപ്പം നമ്മൾ സ്ട്രിപ്പ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് കിട്ടിയെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം അവർ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യും അതിനെ പ്രോപ്പർ വേ. ഇനി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹോം ടെസ്റ്റിനേക്കാളും നേരത്തെ തന്നെ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ സാധിക്കും. ബേസിക്കലി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം അത് 2 തരത്തിലുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് HCG ടെസ്റ്റും ക്വാളിറ്റേറ്റീവ് HCG ടെസ്റ്റും. ക്വാളിറ്റേറ്റീവ് HCG ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ HCG ഹോർമോണിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ്, യെസ് ഓർ നോ, ഇതിനുള്ള ഉത്തരം മാത്രമാണ് നമുക്ക് കിട്ടുക. ഇനി ക്വാണ്ടിറ്റേറ്റീവ് HCG ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രഷൻ ഓഫ് പ്രഗ്നൻസി നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്, അവരാണ് റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ഹോം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള ടൈം? നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് മിസ്ഡ് പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേ തൊട്ട് നിങ്ങൾക്ക് ഹോം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ട്രിപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സ്ട്രിപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 6 days പ്രയർ ടു ദ മിസ്ഡ് പീരീഡ്സ് തൊട്ട് നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ യൂറിനിൽ HCG ലെവൽ ഏറ്റവും കൂടുതൽ കാണിക്കാൻ സാധ്യത മോർണിംഗ് സാമ്പിളിലാണ്. അതുകൊണ്ട് മോർണിംഗ് സാമ്പിൾ നിങ്ങളിപ്പം ഏർലി പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മോർണിംഗ് സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഇനി നിങ്ങൾ പ്രഗ്നന്റ് ആണോ എന്ന് നല്ല ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് കുറച്ച് സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഹവർ നിങ്ങളുടെ സ്ട്രിപ്പ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ദ ബെസ്റ്റ് തിങ് ഈസ് ടു കൺസൾട്ട് എ ഡോക്ടർ ടു ഗെറ്റ് ആൻ ആക്യുറേറ്റ് റിസൾട്ട് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ്. ഇനി പണ്ട് തൊട്ട് യൂസ് ചെയ്ത് വന്നിരുന്ന ഒരു മെത്തേഡാണ് കൺഫേമിംഗ് പ്രഗ്നൻസി ഫ്രം സയൻസ് ആൻഡ് സിംറ്റംസ്. അതിന് സയന്റിഫിക്കലി നമുക്ക് ഒരു പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ മുൻ തലമുറകളൊക്കെ ഒരു സയൻസ് ആൻഡ് സിംറ്റംസ് ഇന്ന് തന്നെയാണ് ഒരു പ്രഗ്നൻസി ഐഡന്റിഫൈ ചെയ്തിരുന്നത്. നമ്മൾ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യുമ്പോൾ കാണുന്നതാണ്, ഒരാൾ പോയി വൊമിറ്റ് ചെയ്യുന്നു, അപ്പോൾ തന്നെ പ്രായമായവരൊക്കെ പറയും ഇത് പ്രഗ്നൻസിയുടെ സയൻസ് ആൻഡ് സിംറ്റം ആണ്. അവർക്ക് ഒരു സ്പെഷ്യൽ എന്താ പറയുക, വൊമിറ്റിങ്ങിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സെൻസ് ഒക്കെ പണ്ടത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അത് ആക്യുറേറ്റ് ആണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് ത്രൂ അവർ ലേൺ ചെയ്തതാണത്. അങ്ങനെ പ്രഗ്നൻസി സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ പ്രഗ്നൻസിയും ഡിഫറെന്റ് ആണ്. ഈവൻ സെയിം പേഴ്സൺ തന്നെ ആണെങ്കിലും ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇനി കുറച്ചൊക്കെ ഫീച്ചേഴ്സ് സെയിം ആയിട്ട് വരാം, എങ്കിൽ പോലും എല്ലാം സെയിം ആയിരിക്കും എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനനുസരിച്ചിട്ടും നമ്മുടെ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റും എല്ലാം വ്യത്യാസമുണ്ടാവും. ആദ്യം തന്നെ നമ്മൾ പ്രഗ്നന്റ് ആണോ എന്ന് നമുക്ക് ഡൗട്ട് അടിച്ച് തുടങ്ങുക മിസ്ഡ് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അതായത് നമുക്ക് പീരീഡ്സ് കറക്റ്റായിട്ട് റെഗുലർ ആയിട്ടൊക്കെ ആകുന്ന ആളുകളാണ്, പക്ഷേ പീരീഡ്സ് മിസ്സായി. ഇനിയിപ്പം അല്ലാത്ത ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ PCOD അല്ലെങ്കിൽ ഇറഗുലർ പീരീഡ്സ് ഒക്കെ ഉള്ള ആളുകളുണ്ട്, അവർക്ക് ഇതിന്റെ കൂടെ മറ്റ് സിംറ്റംസും കൂടി ഉണ്ടായിരിക്കും. അപ്പോഴാണ് അവർക്ക് ഡൗട്ട് അടിച്ച് തുടങ്ങുക. അപ്പോൾ റെഗുലർ ആയിട്ട് പീരീഡ്സ് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് പ്രഗ്നൻസി പ്ലാനിങ്ങിലാണ്. അപ്പം പീരീഡ്സ് മിസ്സായാൽ അത് ഫസ്റ്റ് സൈൻ ഓഫ് പ്രഗ്നൻസി ആണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ എല്ലാ സെൻസും തലതിരിഞ്ഞായിരിക്കും വരിക. നിങ്ങൾക്ക് എന്താ പറയുക, വായിൽ മെറ്റാലിക് ടേസ്റ്റ് തോന്നുക, അതുപോലെ ഇല്ലാത്ത സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുക,
പിന്നെ ഇപ്പം നമ്മൾ നോർമലി നമുക്ക് ഫീൽ ചെയ്യാത്ത സ്മെൽസ് ഒക്കെ നോർമൽ ആയിട്ടുള്ള നമ്മൾ നമ്മുടെ ഹസ്ബൻഡ് നിൽക്കുന്നു, അപ്പോൾ പുള്ളിക്ക് തോന്നാത്ത സ്മെൽസ് ഒക്കെ നമുക്ക് ഫാർ എവേന്ന് തന്നെ നമ്മുടെ സ്മെൽ സെൻസേഷൻ, അതായത് നമ്മുടെ ഹോർമോൺ ബാലൻസിൽ വ്യത്യാസം വരുമ്പോൾ അങ്ങനെയുള്ള സെൻസ് ഒക്കെ കൂടുതലായിട്ട് കിട്ടുക. ഇപ്പം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്മെൽസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ഫേവറേറ്റ് അല്ലാതെ വരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് നമ്മുടെ പാർട്ട്ണറെ വളരെ ഇഷ്ടമായിരിക്കും, പക്ഷെ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അവരെ കണ്ണെടുത്ത് കണ്ടുകൊണ്ടിരിക്കും, അപ്പോൾ അവരുടെ സ്മെല്ല് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പം ഇഷ്ടമില്ലാത്ത ലൈക്സ് ഒക്കെ നമ്മുടെ ഡിസ്ലൈക്സ് ആയിട്ട് മാറും. എന്നാൽ ഡിസ്ലൈക്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ലൈക്സ് ആയിട്ടും മാറും. അടുത്തത് മോർണിംഗ് സിക്നസ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് നമുക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകുക. ചിലരാണെങ്കിൽ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം എന്താ പറയുക, ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ വോമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബിലോങ്സ് ടു അനദർ കാറ്റഗറിയാണ്. അതിനെപ്പറ്റി ഞാൻ മറ്റൊരവസരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം പ്രഗ്നൻസി സിംറ്റംസിൽ വരുന്ന ഒരു കാര്യമാണ് മോർണിംഗ് സിക്നസ് ഓർ നോസിയ വോമിറ്റിംഗ് ഇൻ ഓൺലി മോർണിംഗ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് മോർണിംഗ് സിക്നസ് തന്നെ ആവണമെന്നില്ല. ചിലർക്ക് അത് ഉച്ച സമയത്തായിരിക്കും തോന്നുക, ചിലർക്ക് അത് വൈകിട്ടായിരിക്കും തോന്നുക, ചിലർക്ക് അത് ബെഡ് ടൈമിലായിരിക്കും ചെയ്യുക. അത് ഈവൻ മിഡ് നൈറ്റിൽ വരെ സിംറ്റംസ് തോന്നുന്ന ആളുകളുണ്ട്. അങ്ങനെ പർട്ടിക്കുലർ ടൈം ഒന്നുമില്ല, മേ ബി ഇൻഡിവിജ്വൽ ഡിഫറൻസസിനനുസരിച്ചിട്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബിലോങ്സ് ടു ദ കാറ്റഗറി ലൈക്ക് മോർണിംഗിലായിരിക്കും അവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ മോർണിംഗ് സിക്നസ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നത്. അതുപോലെ തന്നെ തോന്നുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് എക്സ്ട്രീം ടയർനെസ് ഫീൽ ചെയ്യാം. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ലാതെ അവരെ ഓടിച്ചാടി നടക്കും. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സ്ട്രീം ടയർനെസ് തോന്നാം, ചിലർക്ക് കുഴപ്പമില്ല എന്നാൽ നോർമൽ അല്ല എന്നുള്ള രീതിയിലും പോകാം. ഇതൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനനുസരിച്ച് വേരി ചെയ്യും. ബട്ട് ഡ്യൂ ടു ദ ഹോർമോൺ ഇംബാലൻസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഫീൽസ് ടയർനെസ്. അതുപോലെ തന്നെ വൊമിറ്റിങ്ങും ഡീഹൈഡ്രേഷനും ഒക്കെ കൊണ്ട് നമുക്ക് ടയർനെസ് തോന്നിയേക്കാം. ഇത് വളരെ ക്രേസി ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഫുഡ് കഴിക്കുന്നതിൽ ഉണ്ടാകുന്ന നമ്മുടെ ലൈക്സും ഡിസ്ലൈക്സും. നമ്മൾ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് കുട്ടിക്കാലം തൊട്ട് കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇഷ്ടമേ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങും. ഇതൊക്കെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സാധാരണയായിട്ട് കാണിക്കുന്ന ചില സിംറ്റംസ് ആണ്. പിന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമുക്ക് സോർ ബ്രസ്റ്റും അതുപോലെ തന്നെ മിൽക്കി വജൈനൽ സെക്രീഷൻസും അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സെക്രീഷൻസ് ഒക്കെ നോട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ എഗ് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ യൂട്രസിന്റെ വോളിൽ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ, അത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കും, ഒരു മരത്തിന്റെ വേര് പോലെ നമ്മുടെ യൂട്രസിന്റെ വോളിലോട്ട് ഇത് ആഴ്ന്നിറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ചെറിയ സ്പോട്ടിങ് കാണാനുള്ള സാധ്യതയുണ്ട്. ഹവർ ഇഫ് യു തിങ്ക് ഇറ്റ് നീഡ്സ് അറ്റൻഷൻ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് മെഡിക്കൽ ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യണം. ചിലരിലെങ്കിലും വളരെ റെയർ ആയിട്ട് കാണാറുള്ള ഒരു കാര്യമാണ് നമുക്ക് പീരിയഡ്സിന്റെ സമയത്തൊക്കെ തോന്നാറുള്ളത് പോലെ തന്നെ ഒരു ക്രാമ്പിംഗ് പെയിൻ ഈ ആദ്യത്തെ 3 months ഓഫ് പ്രഗ്നൻസിയിൽ, ചിലരിൽ അതിൽ കൂടുതൽ ടൈം പീരീഡിൽ കാണപ്പെടാറുണ്ട്. പിന്നെ നമ്മൾ പെൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിംറ്റമാണ് പ്രഗ്നൻസി മാസ്ക്, കൊയാസ്മ അല്ലെങ്കിൽ എന്താ പറയുക ഡാർക്ക് സ്കിൻ അല്ലെങ്കിൽ ബ്രൗൺ പാച്ചസ് ഓൺ യുവർ ഫേസ്. അതും പ്രഗ്നൻസിയുടെ ഒരു സിംറ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ നിന്നും മാറിയിട്ട് ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ ഫീൽ ചെയ്യും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണം നമ്മുടെ ബ്ലഡ് കുറച്ചും കൂടി തിന്നാവും, ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കിഡ്നി ഫിൽട്രേഷൻ റേറ്റും കൂടും, അതനുസരിച്ച് യൂറിൻ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. മറ്റൊരു കാരണം നമ്മുടെ യൂട്രസ് നമ്മുടെ ബ്ലാഡറിലോട്ട് കൊടുക്കുന്ന പ്രഷറിനനുസരിച്ച് നോർമൽ രീതിയിലുള്ളതിനേക്കാൾ ഒരു പ്രഷർ നമ്മുടെ ബ്ലാഡറിന് കിട്ടും. അപ്പം അതനുസരിച്ചിട്ട് ബ്ലാഡർ നമുക്കൊരു യൂറിനേഷനുള്ള ഫ്രീക്വൻസി കൂടുതലായിട്ട് തോന്നിക്കൊണ്ടിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൂഡ് സ്വിങ്സ്. അപ്പം എപ്പോഴാ ദേഷ്യം വരിക, എപ്പോഴാ സങ്കടം വരിക, എപ്പോഴാ ചിരിക്കുക, ഇതൊന്നും നമുക്ക് പഠിക്കാനേ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഭ്രാന്താണോ എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു സമയമാണ് നമ്മുടെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്. ആരുടെയും തെറ്റല്ല, നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് നമ്മുടെ മൂഡ് ഫ്ലക്ച്വേറ്റഡ് ആവുന്നതാണ്. അപ്പം ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ ക്യാരക്ടർ അനുസരിച്ചിട്ടും അവരുടെ ഹോർമോൺ ഇംബാലൻസ് അനുസരിച്ചിട്ടും ഇതിനൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ബട്ട് ഇതെല്ലാം നോർമലാണ്. അപ്പം നിങ്ങളുടെ മെന്റൽ വെൽബീയിങ് നിങ്ങളുടെ കൺസേൺ ആണെങ്കിൽ നിങ്ങൾ അതിന് മെഡിക്കൽ അഡ്വൈസ് സീക്ക് ചെയ്യുക. ഇതൊന്നും നിങ്ങളുടെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളല്ല. ഒരു പരിധിവരെ നിങ്ങൾക്ക് മെഡിക്കൽ അറ്റൻഷൻ കിട്ടേണ്ട കാര്യങ്ങളാണെങ്കിൽ മടിക്കാതെ ഡോക്ടറുടെ സഹായം തേടുക. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു സിനാരിയോ വെച്ചിട്ട് നമ്മൾ സ്ട്രെസ്ഫുൾ ആണെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവണതയായിട്ട് ചിലരെങ്കിലും കരുതുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇന്നത്തെ മെഡിക്കൽ ടീം നമ്മുടെ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനും ഫിസിക്കൽ വെൽബീയിങ്ങിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിന്തിക്കുക, നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ വെൽബീയിങ് ആണ് നിങ്ങളുടെ ബേബിയുടെ ഹെൽത്തിന്റെ ബേസ്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു 6 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബേബിയുടെ ഹാർട്ട് ഇടിച്ചു തുടങ്ങും. അപ്പോൾ ആ സമയത്ത് സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബേബിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അപ്പം അത്രയും ടൈനി ഫീച്ചേഴ്സ് ചെയ്യുന്ന ബേബിയുടെ ഓൾ ഓർഗൻസ്, വൈറ്റൽ ആയിട്ടുള്ള എല്ലാ ഓർഗൻസും സ്ട്രക്ചേഴ്സും ഫോം ചെയ്യുന്ന ഒരു സമയമാണ് ആദ്യത്തെ 3 മാസം. അതിനുശേഷമാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് ഒരു വോൾ ഹ്യൂമൻ ബീയിങ് ആയി മാറുന്നത് അല്ലെങ്കിൽ ഒരു ബേബി ആയിട്ട് മാറുന്നത് ബാക്കി വരുന്ന 2 ട്രമസ്റ്റേഴ്സിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കുട്ടി ഡോക്ടറായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ബേബി വളരുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ പാസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തൊക്കെ സ്കാനിങ്സ് വേണം, എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമ്മിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ബൈ.